ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും മില്യൺ ബിസിനസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്ന് മാർക്കറ്റെല്ലാം പൊതുവെ ഒരു ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 23,345 ക്ലോസ് ചെയ്തപ്പോൾ 142 പോയിൻറ്റിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ബാങ്ക് 49,351 ക്ലോസ് ചെയ്തപ്പോൾ 810 പോയിൻറ്റ് ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മിഡ് ക്യാപ് 55,106 ക്ലോസ് ചെയ്തപ്പോൾ 499 പോയിൻറ്റ്സിൻ്റെ ഗെയിൻസ് ഉണ്ടായി. നിഫ്റ്റി സ്മോൾ ക്യാപ് 193 പോയിൻറ്റ് ഉയർന്നപ്പോൾ 17,865 ക്ലോസ് ചെയ്തു. ഇന്ത്യ വിക്സ് ഇന്ന് 16.41 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 454 പോയിൻറ്റ്സ് ഉയർന്ന് 77,073 ക്ലോസ് ചെയ്തു. FII DI ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് DI 4,322 കോടി രൂപയുടെ ബൈ നടത്തിയപ്പോൾ FII ഇന്നും കണ്ടിന്യൂസ് ആയിട്ടുള്ള സെല്ലിംഗ് ആണ്. ഇന്നും 4,337 കോടിയുടെ സെല്ലാണ് നടത്തിയത്. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് കോട്ടക് മഹീന്ദ്ര ഗംഭീര റാലിയാണ് നടത്തത്. കോട്ടക് മഹീന്ദ്ര ബാങ്ക് 9.06% റാലി നടത്തി. വിപ്രോ 6.58%, ബജാജ് ഫിനാൻസ് 3.42%, ബജാജ് ഫിൻസർവ് 3.35%, NTPC 2.70%, SBIN 1.88%, JSW Steel 1.47%, BPCL 1.46%, പവർ ഗ്രിഡ് 1.45%, അദാനി എൻ്റർപ്രൈസ് 1.43% റാലി നടത്തി. എന്നാൽ ഇന്ന് ലോസസിലുള്ളത് SBI ലൈഫ് 2.82% കുറവുണ്ടായി. ട്രെൻഡ് 2.20%, ശ്രീറാം ഫിനാൻസ് 1.98%, അദാനി പോർട്സ് 1.29%, മാരുതി 1.07%, TCS 1.07%, M&M 0.94%, അപ്പോളോ ഹോസ്പിറ്റൽ 0.89%, സൺ ഫാർമ 0.76%, ബജാജ് ഓട്ടോ 0.57% കുറവിലാണെന്ന് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഈ വർഷത്തെ നോക്കിക്കഴിഞ്ഞാൽ 23,742 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി 23,344 ഇന്ന് ക്ലോസ് ചെയ്തപ്പോൾ 1.68% കുറവുണ്ടായി. ഇന്ന് 1809 കമ്പനീസ് ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തു. 1053 കമ്പനീസ് ഇന്ന് റെഡിൽ ക്ലോസ് ചെയ്തു. പ്രീവിയസ് ഡേ 1472 കമ്പനികളാണ് ഗ്രീനിൽ ക്ലോസ് ചെയ്തത്. 1338 കമ്പനികൾ റെഡിൽ ക്ലോസ് ചെയ്തു. സെക്ടർ വൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഓട്ടോയും നിഫ്റ്റി FMCG മാത്രമേ ഇന്ന് റെഡിൽ ക്ലോസ് ചെയ്തുള്ളൂ. ബാക്കിയുള്ള എല്ലാം ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓട്ടോ ഇന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട്. 119 പോയിൻറ്റ്സ് ഇടിഞ്ഞപ്പോൾ 22,671 ക്ലോസ് ചെയ്തു. നിഫ്റ്റി IT 42,192 ക്ലോസ് ചെയ്തപ്പോൾ 160 പോയിൻറ്റിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി PSU ബാങ്ക് 6419 ക്ലോസ് ചെയ്തപ്പോൾ 125 പോയിൻറ്റ് ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 22,926 ക്ലോസ് ചെയ്തപ്പോൾ 318 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഫാർമ 22,180 പോയിൻറ്റ് ക്ലോസ് ചെയ്തപ്പോൾ 120 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി FMCG 55,738 ക്ലോസ് ചെയ്തപ്പോൾ 62% കുറവാണ് ഉണ്ടായത്. നിഫ്റ്റി മെറ്റൽ 8613 ക്ലോസ് ചെയ്തപ്പോൾ 91 പോയിൻറ്റിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി റിയാലിറ്റി 945 ക്ലോസ് ചെയ്തപ്പോൾ 6 പോയിൻറ്റ് ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മീഡിയ 1719 ക്ലോസ് ചെയ്തപ്പോൾ 116 പോയിൻറ്റ് ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി എനർജി 34,978 ക്ലോസ് ചെയ്തപ്പോൾ 284 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ 8451 ക്ലോസ് ചെയ്തപ്പോൾ 51 പോയിൻറ്റ് ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സ് 14,138 ക്ലോസ് ചെയ്തപ്പോൾ 81 പോയിൻറ്റ് ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് ഇന്ന് 66 പോയിൻറ്റ് ഉയർന്ന് 10,957 ക്ലോസ് ചെയ്തു. Q3 റിസൾട്ടുകൾ ഡീറ്റെയിൽസ് ആണ് കാണുന്നത്. Q3 റിസൾട്ട് 5 പൈസ ക്യാപിറ്റൽ 6.65% ഇയർ ഓൺ ഇയർ ഗെയിൻ ഉണ്ടായി. കാൻഫിൻ ഹോം 6%, ചെന്നൈ പെട്രോളിയം എന്നാൽ ഇപ്രാവശ്യം 94% ലോസാണ് ഉണ്ടായത് ഇയർ ഓൺ ഇയർ. കോൺകോർഡ് എൻവിറോ 41.66% ഗെയിൻ ഉണ്ടായി. കൺട്രോൾ പ്രിൻറ്റ് ലിമിറ്റഡ് ഈ വർഷം ക്വാർട്ടർ ടു ക്വാർട്ടർ Q3 റിസൾട്ട് വന്നപ്പോൾ 38.50% കുറവുണ്ടായി. ICICI ലോംബാർഡ് 67.98% ഗെയിൻ ഉണ്ടായി. IDBI ബാങ്ക് 31% പ്രോഫിറ്റിന് ഇൻക്രീസ് ഉണ്ടായി.
ഇന്ത്യൻ ഹോട്ടൽസ് 28.76% പ്രോഫിറ്റ് ഉണ്ടായി. ജിയോ ഫിനാൻസ് എന്നാൽ ഇപ്രാവശ്യം ഫ്ലാറ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് ഉണ്ട്. അത് 0.34% ഗെയിൻ ഉണ്ടായി. കോട്ടക് ബാങ്ക് 10% പ്രോഫിറ്റ് ഉണ്ടായി. റാലീസ് ഇന്ത്യ എന്നാൽ 54% ലോസാണ് ഉണ്ടായത്. രാമകൃഷ്ണ ഫോർജിങ്സ് 15.11% ഗെയിൻ ഉണ്ടായി. RBL ബാങ്ക് 82% ലോസാണ് റിപ്പോർട്ട് ചെയ്തത്. സിഗാച്ചി ഇൻഡസ്ട്രീസ് 6% ഗെയിൻ ഉണ്ടായി. സുപ്രീം പെട്രോകെമിക്കൽ 7.46% ഗെയിൻ ഉണ്ടായി. ടെക്കമം 93% ഗെയിൻ ഉണ്ടായി. വിപ്രോ നല്ല റിസൾട്ടാണ് കൊണ്ടുവന്നത്, 24% ഗെയിൻ ഉണ്ടായി. ഇനി നാളെ വരാനിരിക്കുന്ന Q3 റിസൾട്ടുള്ള കമ്പനികളുടെ പേരുകളാണ് പറയാം. ആദിത്യ ബിർള റിയൽ എസ്റ്റേറ്റ്, CNDLM, ഡാൽമിയ ഭാരത്, എയിംകോ എൽക്കോൺ, ICICI പ്രൊഡൻഷ്യൽ, ഇൻഡസ്ഇൻഡ് ബാങ്ക് മെർച്ചൻറ്റ്, ദി ഇന്ത്യ സിമൻറ്റ്സ്, ഇന്ത്യ മാർട്ട്, ഇൻഡോക്കോ, ജന സ്മോൾ ഫിനാൻസ്, KEI ഇൻഡസ്ട്രീസ്, മനോരമ ഇൻഡസ്ട്രീസ്, ഓൺവേർഡ് ടെക്നോളജീസ്, പനാച്ചെ ഡിജിലൈഫ്, PNB ഹൗസിംഗ് ഫിനാൻസ്, പ്രൈം സെക്യൂരിറ്റീസ്, റോസാരി ബയോടെക്, സെർവോടെക് റിന്യൂവബിൾ, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, തൻല പ്ലാറ്റ്ഫോംസ്, ടാറ്റ ടെക്നോളജീസ്. ഈ കമ്പനികളുടെ റിസൾട്ടാണ് നാളെ പ്രതീക്ഷിക്കുന്നത്. മറ്റുള്ള ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ZEW എക്കണോമിക് സെൻറ്റിമെൻറ്റ് ഡേറ്റ ഫ്രം ജർമ്മനി നാളെ വരുന്നുണ്ട്. ആവറേജ് ഏണിംഗ് ഇൻഡെക്സ് ഡേറ്റ ഫ്രം UK നാളെ വരുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ പ്രധാനമായിട്ടുള്ള ന്യൂസുകൾ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഹാവ് എ ഗുഡ് ഈവനിംഗ് ടു ഓൾ. താങ്ക് യു.